നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നാം കാണുന്നത് 2025 PSC ചോദിച്ച ചില കറണ്ട് അഫയർ ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യത്തിന്റെ ഡെപ്ത് കൂടി ഒന്ന് മനസ്സിലാക്കുക. ചില ചോദ്യങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, എന്നാൽ ചിലതൊരു ടൈപ്പ് ട്രിക്കി ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഒരു ലെവലിൽ പഠിക്കുക. കാരണം സെക്രട്ടേറിയറ്റ് OA ഏത് പരീക്ഷ ആയാലും 20 മാർക്കോളമാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കി ആ ട്രാക്കിലായി പഠിക്കുക. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഒന്ന് പരിശീലിക്കാൻ കൂടി ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യമാണിത്. ഇതൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ +2 നിലവാരത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. സെക്രട്ടേറിയറ്റ് OAക്ക് വേണമെങ്കിലും ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഈ ഒരു ടൈപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു ചോദ്യം ആ വർഷങ്ങൾ തന്നിട്ടുള്ള നാം കാണുന്നത് PSCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഒന്നാമത്തെ പ്രസ്താവന 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. കേട്ടിട്ടുണ്ടോ? അടുത്ത് 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഡൗട്ടാണ്. അടുത്ത് 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. ഈ ഒരു പ്രസ്താവന വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു കണക്ഷൻ കിട്ടി. ഫെബ്രുവരി 19 വന്ന അപ്പോയിന്റ്മെന്റ്. പിന്നെ നമ്മൾ ഓപ്ഷനിലേക്ക് കൂടി നോക്കും. ജ്ഞാനേഷ് കുമാർ ഉണ്ട്, വിവേക് ജോഷി ഉണ്ട്, രാജീവ് കുമാർ, അനൂപ് ചന്ദ്ര പാണ്ഡെ. ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം വ്യക്തമായി. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കുറിച്ചാണ് പറയുക. ഫെബ്രുവരി 19 സേവനകാലം ആരംഭിച്ചെന്ന് പറഞ്ഞു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ഇതിനകത്ത് അപ്പം നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ജ്ഞാനേഷ് കുമാറും വിവേക് ജോഷിയും. ഇവർ രണ്ടുപേരും ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് ഫെബ്രുവരി 19 തന്നെയാണ് ചുമതലയേറ്റത്. അപ്പൊ ഇനി ഇതിൽ ആരെയാണ് നമ്മൾ എടുക്കേണ്ടത്? ഇതിൽ പിന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ജ്ഞാനേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ A ആണ്. ശ്രീ ജ്ഞാനേഷ് കുമാർ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ അദ്ദേഹം 1988 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോ നിലവിൽ വഹിക്കുന്ന പദവി എന്താണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. ഇന്ത്യയുടെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. എത്രാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം? 26ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് അദ്ദേഹം. അതേസമയം 25ാമത്തെ അധ്യക്ഷനായിരുന്നു ശ്രീ രാജീവ് കുമാർ. 25ാമത്തെ അധ്യക്ഷൻ രാജീവ് കുമാർ ആയിരുന്നു കൂടിയെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അദ്ദേഹം റിട്ടയർ ചെയ്ത ഒഴിവിലേക്കാണ് ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് മാറിയത്. അപ്പൊ അദ്ദേഹം കേരള കേഡർ ഉദ്യോഗസ്ഥനാണെന്ന് അന്ന് തന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെത്താം? ഇലക്ഷൻ കമ്മീഷണറെ കുറിച്ചുള്ള ചോദ്യമാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഓപ്ഷൻ A ജ്ഞാനേഷ് കുമാറിലേക്ക് എത്താം. അപ്പോൾ ഈ ചോദ്യങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇനിയുള്ള പരീക്ഷകളിൽ ജ്ഞാനേഷ് കുമാറിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്ന് തന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഓപ്ഷനായിട്ട് എന്താ പ്രതീക്ഷിക്കാം. ഇപ്പൊ PSC ആദ്യമേ ഇപ്പൊ തന്ന സൂചനയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി നമുക്കൊന്ന് ഇലക്ഷൻ കമ്മീഷനിലേക്ക് കൂടെ ഒന്ന് പോകേണ്ടതുണ്ട്. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജനുവരി 25 വോട്ടേഴ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ജനുവരി 25 വോട്ടേഴ്സ് ദിനം. അപ്പൊ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് 3 അംഗങ്ങളുള്ള സമിതിയാണ്. അപ്പൊ എത്ര അംഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 അംഗങ്ങളാണ് അതിലുണ്ടായിരിക്കുക. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 അംഗങ്ങളും. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയാലും ഇലക്ഷൻ കമ്മീഷണർക്കായാലും ഒരേ പദവി തന്നെയാണ് ഉള്ളത്. അവരുടെ ഫംഗ്ഷൻ ആയാലും അവരുടെ കർത്തവ്യങ്ങളായാലും എന്ത് തന്നെ ആയാലും അവർക്ക് തുല്യമായുള്ള അധികാരം തന്നെയാണുള്ളത്. അപ്പൊ മെജോറിറ്റി ഡിസിഷൻ 2 പേരെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും നയങ്ങൾ രൂപപ്പെടുത്തി എടുക്കുക. അപ്പൊ ഇനിയുള്ള 3 അംഗങ്ങളിൽ ഒരാൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജ്ഞാനേഷ് കുമാർ ആണ് മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ. ഇനി 2 പേരുണ്ടല്ലോ. ഒരാൾ ഈ ഓപ്ഷനിൽ തന്നെ ഉണ്ട്, വിവേക് ജോഷി. 2ാമത്തെ വ്യക്തി വിവേക് ജോഷി. 3ാമത്തെ വ്യക്തിയാണ് സുഖ്ബീർ സിംഗ് സന്ധു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, സുഖ്ബീർ സിംഗ് സന്ധു. അപ്പൊ 3 പേരാണ്. ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സുഖ്ബീർ സിംഗ് സന്ധു, അതേപോലെ വിവേക് ജോഷി. ഇവർ 3 പേരുമാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഓർക്കേണ്ടുന്ന 1-2 വസ്തുത എന്ന് പറയുന്നത്, ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ് ആസ്ഥാനം. ആ ബിൽഡിങ്ങിന് ഒരു പേരുണ്ടല്ലോ, എന്താണ്? നിർവാചൻ സദൻ. നിർവാചൻ സദൻ എന്നാണ് ആ ബിൽഡിംഗ് അറിയപ്പെടുക.
അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് പറയുന്നത് നിർവാചൻ സദൻ എന്നാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം അതിനനുസരിച്ചാണ് അവരുടെ കാലാവധി എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രാഷ്ട്രപതി നിയമിക്കുന്നത് നമുക്ക് ഓർക്കാൻ കഴിയുമല്ലോ. എങ്ങനെയാണ്? ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം രാഷ്ട്രപതി തന്നെ ആയിരിക്കും നിയമിക്കുക. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമാണത് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെന്ന് കൂടി ഒന്ന് ഓർക്കുക. നീക്കം ചെയ്യുന്നതോ? അപ്പോൾ ഇത്രയും വസ്തുത ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ഓർത്തു വയ്ക്കുക. ജ്ഞാനേഷ് കുമാറിനെ കുറിച്ചുള്ള ഈ പോയിന്റുകൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനിയുള്ള പരീക്ഷയിൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചായിരിക്കും ചോദ്യം കിട്ടുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ഇത് നോർമൽ PSC ചോദിക്കുന്ന സ്ഥിരം ഒരു ചോദ്യം തന്നെയാണ്. ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി മുതലായ ചോദ്യങ്ങൾ സ്ഥിരം അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെടുത്തി PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നിലവിലെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? അത് ശ്രീ ജഗദീപ് ധൻഖർ ആണ് നിലവിലെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി. അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് വഹിച്ചിരുന്ന പദവി എന്താണ്? അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്നു. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ഗവർണർ ആയ ശേഷമാണ് ജഗദീപ് ധൻഖർ എന്തായത്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയത്. ഇനി ഇതിനകത്തുള്ള മറ്റു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കിയാലോ. ശ്രീ വെങ്കയ്യ നായിഡു, ഇദ്ദേഹം ജഗദീപ് ധൻഖറിന് തൊട്ട് മുൻപ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു വെങ്കയ്യ നായിഡു എന്ന് ഓർത്തു വയ്ക്കുക. അതിന് തൊട്ട് മുമ്പ് ആരായിരുന്നു? ശ്രീ ഹമീദ് അൻസാരി ആയിരുന്നു മുമ്പ്. അപ്പൊ ഇങ്ങനെ PSC നമ്മളോട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറയും. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് പുറകോട്ട് എഴുതാൻ. അപ്പൊ ഇപ്പോൾ ഉള്ളത് ജഗദീപ് ധൻഖർ, അതിന് തൊട്ട് മുമ്പ് വെങ്കയ്യ നായിഡു, അതിന് തൊട്ട് മുമ്പ് ആരാണ്? ഹമീദ് അൻസാരി. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി എന്നുകൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഉപരാഷ്ട്രപതിയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഉപരാഷ്ട്രപതി തന്നെയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്ന ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 63 അപ്പൊ ആർട്ടിക്കിൾ 63 അത് ഏത് പാർട്ടിൽ വരും? പാർട്ട് 5 വരും. പാർട്ട് 5 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയാണ്. അപ്പോ 52നും 151നും ഇടയ്ക്ക് ഏതൊരു ആർട്ടിക്കിൾ തന്നിട്ട് പാർട്ട് ചോദിച്ചാലും ഏത് തന്നെയാണ്? പാർട്ട് 5 ആണ്. ഇനി പാർട്ട് 5 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുക? യൂണിയൻ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചാണ് പ്രതിപാദിക്കുക എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ വസ്തു മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ആൻസർ മധ്യപ്രദേശാണ്. ബാന്ധവ്ഗഡ് നാഷണൽ പാർക്ക് ഒരു നാഷണൽ പാർക്കും അതോടൊപ്പം ടൈഗർ റിസർവുമാണ്. ഇത് മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്താണെന്ന് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇത് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം PSC ചോദിച്ചതെന്നും ഓർത്തു വയ്ക്കുക. എന്നാൽ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ഫാക്റ്റ് ആണ്, ഇന്ത്യയിലെ 107ാമത്തെ നാഷണൽ പാർക്ക് സിംലിപാൽ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയിലാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. സിംലിപാൽ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയിലാണ്. എന്നാൽ ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശിലാണ്. ഒരു കടുവാ സങ്കേതം കൂടിയാണ്. 1973 പ്രോജക്ട് ടൈഗർ വന്നതെന്നും 1992 പ്രോജക്ട് എലിഫന്റ് നടപ്പിലാക്കിയതെന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യം ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, മികച്ച പ്രാദേശിക സിനിമ, അതായത് മലയാള വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗദി വെള്ളക്കയാണ്. സൗദി വെള്ളക്ക. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് ബോംബെ ജയശ്രീയാണ്. അതും ശരിയാണ്. അപ്പൊ ഈ 4 പ്രസ്താവനകളും ശരിയായത് കൊണ്ട് തന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഇതിനകത്ത് PSC ചോദിച്ചത് ഈ ഒരു കണക്ഷൻ വെച്ച് തന്നെയാണ്. ഈ 2 ചിത്രവും കൂടി മാറിപ്പോവും. ദേശീയ തലത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതാണ് ആട്ടം. അതേസമയം മലയാള വിഭാഗത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് സൗദി വെള്ളക്കയാണ്.
ഇനി ആട്ടം എന്ന ചിത്രത്തിന്റെ തിരക്കഥ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനന്ദ് ഏകർഷിയാണ്. ആനന്ദ് ഏകർഷി, അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചെന്ന് ഓർക്കുക. അപ്പൊ മികച്ച തിരക്കഥയായിട്ട് തിരഞ്ഞെടുത്തത് ആനന്ദ് ഏകർഷിയെയാണ് മികച്ച തിരക്കഥാകൃത്തായിട്ട് തിരഞ്ഞെടുത്തത്. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടമാണ്. അപ്പം നടനെ നമ്മൾ പറഞ്ഞു ഋഷഭ് ഷെട്ടിയാണ്. മികച്ച ചിത്രം ആട്ടവുമാണ്. എന്നാൽ മികച്ച ജനപ്രിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാന്താരയാണ്. മികച്ച ജനപ്രിയ ചിത്രം കാന്താരയാണ്. കാന്താര എന്ന സിനിമയിലെ നായകൻ കൂടിയാണ് ഋഷഭ് ഷെട്ടി. കാന്താര എന്ന ചിത്രത്തിന്റെ നായകൻ കൂടിയാണ് ഋഷഭ് ഷെട്ടി. കാന്താര ഒരു കന്നഡ ഭാഷയിൽ റിലീസ് ചെയ്ത സിനിമയാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി നടിമാർ രണ്ടുപേരെയാണ് തിരഞ്ഞെടുത്തത്. ഒന്ന് നിത്യ മേനോൻ, ഒന്നാമത്തെ ആള് നിത്യ മേനോൻ, രണ്ടാമത്തെ ആള് മാനസി പരേഖ്. നിത്യ മേനോനും മാനസി പരേഖും. അതിൽ നിത്യ മേനോന്റെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ തിരുച്ചിത്രമ്പലം. അതേസമയം മാനസി പരേഖിന്റെ ചിത്രം കച്ച് എക്സ്പ്രസ്. മാനസി പരേഖ് കച്ച് എക്സ്പ്രസ് ആണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. മികച്ച നടി നിത്യ മേനോൻ, ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ തിരുച്ചിത്രമ്പലം. രണ്ടാമത്തെ നടി മാനസി പരേഖ്. ഇവ രണ്ടുപേരുമാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത്. മാനസി പരേഖിന്റെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ കച്ച് എക്സ്പ്രസ്, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് മികച്ച സംവിധായകൻ ചോദിച്ചു കഴിഞ്ഞാൽ സൂരജ് ആർ ബർജാത്തിയ. മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്തിയ. ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഊഞ്ചായി, ഹിന്ദി ചിത്രമാണ് ഊഞ്ചായി. അപ്പോൾ സംവിധായകൻ സൂരജ് ആർ ബർജാത്തിയ ആണെന്ന് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. സ്ഥിരമായി ചോദിക്കുന്നതാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിഥുൻ ചക്രവർത്തിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം നമ്മൾ യൂട്യൂബ് ക്ലാസ് ചെയ്ത ചോദ്യം തന്നെയാണ്. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? എന്നത് എടുത്തു പറഞ്ഞതാണ്, അത് ചോദിക്കും. ഉദ്വ തടാകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാർഖണ്ഡിലാണ്. ഉദ്വ തടാകം ജാർഖണ്ഡ്. ഇത് പറയാനിടയായ സാഹചര്യം, ജാർഖണ്ഡിൽ നിന്നും സിക്കിമിൽ നിന്നും ആദ്യമായിട്ടാണ് ഓരോ സൈറ്റ്സ് റംസാർ സൈറ്റിൽ ഇടം പിടിക്കുന്നത്. അപ്പൊ ജാർഖണ്ഡിൽ നിന്ന് എത്തിയത് ഉദ്വ ലേക്കാണ്, ഉദ്വ തടാകമാണ്. അതേസമയം സിക്കിമിൽ നിന്ന് എത്തിയത് കേച്ചിയോ പാൽറി. അപ്പൊ അത് ചോദിക്കും എന്നുള്ളത് ഉറപ്പുള്ള ഒരു ചോദ്യമായിരുന്നു, കാരണം ആദ്യമായിട്ടാണ് എത്തുന്നത്. ഇനി ആകെ റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്ന് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 89 ആണ്. ഈ വർഷം ചേർത്തത് 4 എണ്ണമാണ്. ആ 4 എണ്ണം ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. സക്കരക്കോട്ടൈ പക്ഷി സങ്കേതം, തേർത്താങ്കൽ പക്ഷി സങ്കേതം, ഇത് രണ്ടും തമിഴ്നാട്ടിലാണ്. മൂന്നാമത്തത് ജാർഖണ്ഡിൽ നിന്ന് ഉദ്വ തടാകം, പിന്നെ സിക്കിമിൽ നിന്ന് കേച്ചിയോ പാൽറി. അങ്ങനെ ആകെ റംസാർ സൈറ്റിൽ നിലവിൽ എത്ര സൈറ്റ് ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 89 എണ്ണമാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഒന്ന് കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ച 2025 ചോദ്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവരുടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.